ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര ഒരു കാടിനുള്ളിലേക്കാണ്. ക്യാമറയും ഞാനും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വന്ന് നമ്മൾ എൻട്രി ഫീസ് എടുക്കണം. കുട്ടികൾക്ക് 15 രൂപയും വലിയ ആൾക്കാർക്ക് 30 രൂപയാണ് ചാർജ്. ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്. കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മലയണ്ണാന്റെ സൈറ്റിംഗ് ആണ്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള മഹാഗണി തോട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. നാം മഹാഗണി തോട്ടം എന്ന് വിളിക്കുന്ന ഈ സ്ഥലം പണ്ട് മുളങ്കുഴി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇല്ലിത്തോട് വനമേഖലയുടെ ഭാഗമാണിത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇവിടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി മഹാഗണി മരങ്ങൾ നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത്. ഏകദേശം 1860കളിൽ തന്നെ മലയാറ്റൂർ വനമേഖലയിൽ തേക്ക്, മഹാഗണി പ്ലാന്റേഷനുകൾ ആരംഭിച്ചിരുന്നു. ഇവിടെയുള്ള പല മരങ്ങൾക്കും 100-ലധികം വർഷം പഴക്കമുണ്ട്. 1820കളിൽ നട്ടുപിടിപ്പിച്ചതെന്ന് കരുതപ്പെടുന്ന ഭീമാകാരമായ ആഞ്ഞിലി മരങ്ങൾ വരെ ഇവിടെ കാണാം. കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു കുഞ്ഞു ഉടുമ്പായിരുന്നു. കുറച്ചുനേരം ഞങ്ങളതിനെ നോക്കി നിന്നു. കരിയില അനങ്ങുന്നത് കണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയത്. ബാഹുബലി പോലുള്ള വമ്പൻ സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ചിത്രത്തിൽ ശിവൻ വിശ്രമിക്കുന്നതായി കാണിക്കുന്ന വലിയ മരം ഈ തോട്ടത്തിലേതാണ്. ഇതിനിപ്പോൾ ബാഹുബലി മരം എന്നും ചിലർ വിളിക്കാറുണ്ട്. വനം വകുപ്പിന് കീഴിലുള്ള വനസംരക്ഷണ സമിതിയാണ് ഇപ്പോൾ ഈ പ്രദേശം പരിപാലിക്കുന്നത്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ അതാ വേറൊരു സൈറ്റിംഗ്, വേഴാമ്പൽ. അതെന്തോ ഇരപിടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു.
മഹാഗണി തോട്ടത്തിൻ്റെ ഒരതിരൊഴുകുന്നത് പെരിയാർ നദിയാണ്. മരങ്ങൾക്കിടയിലൂടെ നടന്ന് നദീതീരത്തെത്താൻ കഴിയുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകമാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള വനമേഖലയാണിത്. ആനകൾ വരാൻ സാധ്യതയുള്ള പാതയായതിനാൽ ഇവിടെ പ്രത്യേക മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ട് വെറുമൊരു വനമായിരുന്ന മുളങ്കുഴി പിന്നീട് വനം വകുപ്പിന്റെ ഇടപെടലിലൂടെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മഹാഗണി തോട്ടമായി മാറി. ഇന്ന് ഇത് പ്രകൃതി സ്നേഹികളുടെയും സിനിമക്കാരുടെയും പ്രിയപ്പെട്ട ഇടമാണ്. നമുക്കിതിനകത്ത് കയറിയാൽ വന്യജീവികളെ മാത്രമല്ല, ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ഊഞ്ഞാലാടാൻ സ്ഥലങ്ങളുണ്ട്. തുടർന്ന് ഞങ്ങൾ നടന്നു. മരമുത്തച്ഛനെയും കണ്ടു മീഞ്ഞിയപ്പോൾ അതാ ഒരു ഓന്തുകുഞ്ഞ് കാണാൻ നല്ല ഭംഗി. തലയിൽ മാത്രം ചുവപ്പ് കളർ. കാട്ടിലൂടെ പക്ഷികളെയും കാടും കണ്ട് നടന്നു ചെല്ലുന്നത് പെരിയാർ നദിയുടെ ഒരറ്റത്തേക്കാണ്. അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മളുടെ സേഫ്റ്റി സ്വന്തമായി നോക്കേണ്ടതാണ്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പുഴയിലിറങ്ങുന്നതും കുളിക്കുന്നതും അപകടമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊന്നു പ്രത്യേകം ശ്രദ്ധിക്കുക.